ഈ കാസർഗോഡ് മരണം അതിലെ അന്വേഷണം തൃപ്തികരമാണെന്നുള്ള നിലപാടാണോ ഉള്ളത്? എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഞാനിപ്പോൾ കാസർഗോഡൊക്കെ പോവുകയാണ്. ഇത് കഴിഞ്ഞിട്ട് അതിനെ സംബന്ധിച്ച് ഞാൻ വിശദമായി ഒന്നും പഠിച്ചിട്ടില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി അന്വേഷണം തൃപ്തികരമാണോ അല്ലേ എന്നൊന്നും പറയാൻ കഴിയില്ല. തീർച്ചയായും തൃപ്തികരമായ അന്വേഷണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ നിലപാടുകൾക്ക് ഇല്ലല്ല, ഞങ്ങൾ രാഷ്ട്രീയ സംഘടനയല്ലല്ലോ. അപ്പം അതുകൊണ്ട് ആ നിലക്കുള്ളൊരു രൂപം നമ്മൾ കണ്ടെത്തിയിട്ടില്ല. കോവിഡ് കാലത്ത് വിവിധ വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നല്ല നിലയിലാണെന്ന് പറയുന്നത്. എങ്ങനെയാണ് ഉസ്താദിനെ കാണുന്നത്? കോവിഡ് കാലത്ത് സർക്കാർ നല്ല നിലയിൽ ചെയ്തിട്ടുണ്ട് എന്ന് എല്ലാവരും പറഞ്ഞതാണ്. കേന്ദ്രം അടക്കം ഇവിടുത്തെ പ്രതിപക്ഷം അടക്കം എല്ലാവരും അത് സ്തുതിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് നമ്മൾ ഒരഭിപ്രായം പ്രത്യേകം പറയേണ്ടതില്ല. ഈ സുന്നി പ്രവർത്തകരായ ഇടത് പരിപാടികളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ലീഗ് ഘട്ടങ്ങളിൽ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അത് കാണുന്നുണ്ടോ? കമ്മ്യൂണിസ്റ്റ് പരിപാടികൾ, മതപണ്ഡിതന്മാർ കമ്മ്യൂണിസ്റ്റ് പരിപാടികൾ മാറി നിൽക്കണം എന്നൊരു ആവശ്യത്തിനെയാണ് കാണുന്നത്. മതപണ്ഡിതന്മാർ എവിടെ മാറി നിൽക്കണം നിൽക്കണ്ടെന്ന് പറയാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അധികാരമല്ല. ഉസ്താദ്, ഈ പത്തോളം സുന്നി പ്രവർത്തകരാണ് ഈ SSFന്റെ ആൾക്കാരൊക്കെ ഇങ്ങനെ മരിച്ചിട്ടുള്ളത്. അതിൽ പലതും ലീഗിനാൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഈ മുസ്ലിം ലീഗിന്റെ ഈ നിലപാട് അത് ഏത് രീതിയിലാണ് നിങ്ങളുടെ സംഘടന കാണുന്നത്? ഇത് തെളിഞ്ഞതിന് ശേഷം നമുക്ക് അതിനെ സംബന്ധിച്ച് വിശദമായിട്ട് പറയാം. എന്തായാലും മുസ്ലിം ലീഗിനെതിരായ ഒരു നിലപാട് ഈ ലീഗിനെതിരായി എന്നല്ല, ഈ രാഷ്ട്രീയ കൊലപാതക രാഷ്ട്രീയത്തിന് എതിരാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് കരുതുന്നുണ്ടോ? അത് പാർട്ടി ഏതാണെന്ന് വ്യക്തമാകുന്നതിനനുസരിച്ച് ചിലപ്പോൾ കടാര രാഷ്ട്രീയത്തിനെതിരെ ശക്തമായി നിലയുറപ്പിക്കുന്നല്ലേ? അതുറപ്പാണ്. കടാര രാഷ്ട്രീയം ഉണ്ടാകാൻ പാടില്ല. അതാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് തീരുമാനം എടുക്കണമെന്നുള്ള വിഭാഗത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല, ആരംഭിച്ചിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു തീരുമാനം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആരെയാണ് പിന്തുണച്ചതെന്നൊക്കെയുള്ള ഒരു പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്തായാലും ഈ സർക്കാരിന്റെ ഒരു തുടർച്ച ഉണ്ടാകണമെന്നൊരു ആഗ്രഹമുണ്ടോ? ഈ രീതിയിൽ നല്ല രീതിയിലാണ് സർക്കാർ പോകുന്നത്. സർക്കാർ തുടരണം, ഈ സർക്കാർ തുടരണം. അത് ഞാൻ ആദ്യം പറഞ്ഞതിലൊന്നും മനസ്സിലായല്ലോ. ഞങ്ങൾ ഒന്നും തീരുമാനം എടുത്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആ ചോദ്യത്തിന് രണ്ടാമതൊരു ചോദ്യത്തിന് സ്ഥാനമില്ല. തീർച്ചയായും വ്യക്തമായ നിലപാടില്ലാത്തൊരു സംഘടനയാവില്ലല്ലോ. ഞങ്ങൾ ഒരു വലിയ സംഘടനയാണ്. ഞങ്ങൾക്ക് വ്യക്തമായ ഒരു നിലപാട് ഉണ്ടായാൽ തീർച്ചയായും നിങ്ങളെ അറിയിക്കുകയും ചെയ്യും. ഈ വിവിധ വിഷയങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുക്കുന്ന ഈ നിലപാടുകൾ അത് ഏത് രീതിയിലാണ് കാണുന്നത്? അതൊന്നും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തേണ്ട ആളല്ല നമ്മൾ മതസംഘടനയാണ്. അതുകൊണ്ട് മതസംഘടനയുടെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നു. ആ സമയത്ത് സാമൂഹികമായി ഇവിടെ വല്ലതും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ തീരുമാനമെടുക്കുകയും ഞങ്ങൾ ഗവൺമെൻറ്റിനോട് പറയുകയും ചെയ്യും. കഴിഞ്ഞ ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ജമാഅത്തെ ഇസ്ലാമി UDFനെ പരസ്യമായി അനുകൂലിക്കുന്ന നിലപാടായിരുന്നു. അതിനെയൊക്കെ എങ്ങനെയാണ് ഉസ്താദ് കാണുന്നത്? ജമാഅത്തെ ഇസ്ലാമി ഇവിടെ ഭരണം വേണ്ടെന്ന് പറയുന്ന കൂട്ടാണ് നേരത്തെ. പിന്നെ എപ്പോഴാണ് അവർ മാറിയത് അതൊക്കെ ചിന്തിച്ചിട്ട് വേണം അതിനെ സംബന്ധിച്ച് പറയാം. UDFന്റെ പരാജയത്തിന് ഈ ജമാഅത്തെ ഇസ്ലാമി ബന്ധം കാരണമായിട്ടുണ്ട് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നമുക്ക് പഠിച്ചിട്ട് പറയാം.
പൊറോട്ട